നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദി കേരള സ്റ്റോറിയെ ആരും കാണാൻ അനുവദിക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുമ്പോഴും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിലും മറഞ്ചം പുറഞ്ചം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി താമരശ്ശേരി രൂപതയും രംഗത്ത് വരികയാണ്. രൂപതയിലെ എല്ലാ KCYM യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും. ശനിയാഴ്ചയാണ് പ്രദർശനം. സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലരാക്കുക എന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നാണ് താമരശ്ശേരി KCYM അറിയിച്ചത്. ഈ മാസം 4-ന് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ദൂരദർശൻ കഴിഞ്ഞ ദിവസം സിനിമ സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ടുതലേന്നായിരുന്നു ഇടുക്കി രൂപത വിവാദ സിനിമ പ്രദർശിപ്പിച്ചത്. കുട്ടികളുടെ വേദ പഠന ക്ലാസുകൾ നടക്കുന്ന പള്ളികളിൽ കൗമാരക്കാരായ കുട്ടികൾക്കു വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. പ്രണയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസിന്റെ ഭാഗമായിരുന്നു പ്രദർശനമെന്നാണ് വിശദീകരണം. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്നും നിലപാടാണെന്നും രൂപത വാദിക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് ലവ് ജിഹാദ് ഇല്ല എന്നാണ് കണ്ണൂർ രൂപതയുടെ പരസ്യ നിലപാട്. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപത വരുമ്പോൾ മുഖ്യമന്ത്രി വലിയ രീതിയിൽ തന്നെ പ്രതിഷേധാർഹമായിട്ടുള്ള പല കാര്യങ്ങളും പറയുകയാണ്. ഇന്ന് കൊല്ലത്ത് രാവിലെ വാർത്താ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത്തരം കേരള സ്റ്റോറി കൊണ്ട് നമ്മുടെ കേരളത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് കൂടുതൽ പ്രചാരണം നൽകുന്നവരുടെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശവും തെറ്റാണെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഈ സിനിമയിൽ പരാമർശിക്കുന്ന പോലെ ഒന്നും തന്നെ കേരളത്തിലില്ല. ഇതോടുകൂടി കേരളത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നത്. ഈ BJPയുടെ പ്രധാന ലക്ഷ്യം ന്യൂനപക്ഷങ്ങളെയാണ് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അത് മുസ്ലിങ്ങളെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ചാണ്ടിയുമ്മനടക്കമുള്ളവർ പറയുന്നത് രൂപതയ്ക്ക് ചിത്രം പ്രദർശിപ്പിക്കണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അക്കാര്യത്തിൽ കയറി കൈകടത്തുന്നില്ല എന്നാണ് ചാണ്ടിയുമ്മൻ എന്തായാലും പ്രതികരിച്ചത്. എന്തായാലും താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പല രൂപതകളും ചിത്രം പ്രദർശിപ്പിക്കാനായി ഒരുങ്ങുന്നത്. വിവാദ സിനിമ ഇടുക്കി രൂപതയും കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചിരുന്നു. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചത് എന്നാണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് പ്രദർശനം നടന്നത്. ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയം എന്നതായിരുന്നു. കുട്ടികളിലും യുവതിയുവാക്കളിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നുവെന്നാണ് PRO ജിൻസ് കാരക്കാട്ടിൽ പറഞ്ഞത്. 10 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു. അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും രൂപത വ്യക്തമാക്കി.